നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവരുടെ 2025 ജൂലൈ മാസത്തെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ടസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ ലഗ്നാൽ 2-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്, ഘടനകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്തിട്ട്. അപ്പോൾ ദൈവാധീനം ഉണ്ടെങ്കിലും നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയും സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കാൻ ഇടവരികയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ധനാധിപതി സാന്നിധ്യം ചെയ്ത് നിവണായോഗം ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടമുണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിലും എടുത്തിയാടിയുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരെ, എടുത്തിയാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സർവാഭിഷ്ട സ്ഥാനത്താണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദാമ്പത്യ സംബന്ധമായ സുഖം അനുഭവിക്കാനായിട്ടും ഭാര്യ കുടുംബത്തിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസമാണ്. എന്നാൽ പോലും ലഗ്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. നാഗപൂജ ചെയ്യണം. അതേപോലെ തന്നെ ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. സംസാരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. തൊഴിലെടുക്കുന്നവർക്ക് എടുക്കുന്ന തൊഴിലിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. കർമാധിപതി രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ട്. എങ്കിൽ പോലും താൽക്കാലികമായിട്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, ചെറിയ കലഹങ്ങൾക്ക് യോഗമുണ്ട്. അത് കാരണം കൊണ്ട് സാമ്പത്തികമായ വിഷയത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയേണ്ട അവസ്ഥ പോലെയുള്ള കാര്യങ്ങളൊന്നും വരാതെ ഇരിക്കാനായിട്ട്, ചെക്ക് കേസ് പോലെയുള്ള കാര്യങ്ങൾ ചെന്ന് പെടാതെ ഇരിക്കാനായിട്ടൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. പുത്രസംബന്ധമായിട്ട് ഗുണഫലങ്ങൾ പറയാമെങ്കിലും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയുന്ന ഒരു വിഷയമാണ്. അതേപോലെ തന്നെ സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുകൂലമായി നടക്കാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ ശുക്രൻ സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന കാരണം ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. മനസ്സിലാഗ്രഹിക്കുന്ന രീതിയിലുള്ള അലങ്കാരങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വീട് ബോഡി പിടിപ്പിക്കാനുള്ള വസ്തുക്കളൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പൊതുവെ നോക്കുന്ന സമയത്ത് ദൈവാധീനമുള്ള ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ്. എന്നാൽ പോലും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടും സംസാരം കൊണ്ട് ശത്രുത ഉണ്ടാകാനുള്ള യോഗം ഉള്ളത് കാരണം കൊണ്ടും ശ്രദ്ധിക്കണം. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് അപ്രീതി ഉണ്ടാകുകയോ ശാരീരികമായി അവരുടെ രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനോ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ മാസത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മകം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്.